ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. അതായത് തലയിൽ താരൻ വരിക, അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ, പിന്നെ പുതിയ മുടികൾ കിളിർത്ത് വരാനും പിന്നെ താരനില്ലാതിരിക്കാനും ഒക്കത്തിനും പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊരു തണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല ചുവന്ന ചെമ്പരത്തിയുടെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അത് കാരണം കൊണ്ട് ഞാൻ വെള്ള ചെമ്പരത്തിയുടെ ഇലയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇല്ലാത്തവർ ഏത് ചെമ്പരത്തി ആയെങ്കിലും എടുക്കുക കേട്ടോ. ചെമ്പരത്തിയുടെ ഇല തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ വേപ്പിൻ്റെ ഇലയും ചെമ്പരത്തിയുടെ ഇലയും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായി നമ്മൾ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നേരത്തെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേപ്പിൻ്റെ ഇല നമുക്ക് എത്ര ചേർത്ത് കൊടുക്കണം അത്രയും നല്ലതാണ് കേട്ടോ. മുടി നല്ല കറുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് വേപ്പിൻ്റെ ഇല. പിന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് നമുക്കിനി ആവശ്യമുള്ളൂ കേട്ടോ. നല്ല പോലെ തിളച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരച്ചത് നമ്മൾ ഈ തേയില വെള്ളം ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണമെങ്കിൽ തേച്ച് കൊടുക്കാം. പക്ഷെ നമ്മൾ പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മുടി നിറച്ച് പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നൈസ് തുണി എടുക്കാം കേട്ടോ. അതിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് പാത്രത്തിലൊന്ന് വെച്ചിട്ട് ആ തുണി ഒന്ന് വെച്ച് കൊടുത്ത് അതിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അധികം കട്ടിയില്ലാത്ത തുണി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ നീരൊക്കെ നല്ല രീതിയിൽ തന്നെ ആ കൊഴുപ്പോട് കൂടി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ തലയിൽ ഏത് ഹെയർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് മാത്രം തലയിലൊന്ന് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇഴകളുള്ള പല്ലുള്ള ചീർപ്പില്ലേ, വലിയ ചീർപ്പ്, അത് ഉപയോഗിച്ചിരുന്ന് തല നല്ലപോലെ ഒന്ന് ചീകി കൊടുക്കുക. അതിന് ശേഷം ഓരോ മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെയറായിട്ട് എടുത്തിട്ട് മുടി എടുക്കുക. എന്നിട്ട് നല്ലപോലെ തലയിലും തലയോട്ടിയിലും സ്കാപ്പിലൊക്കെ നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 to 20 മിനിറ്റെങ്കിലും ഒന്ന് തലയിൽ നല്ലത് പിടിക്കാനായിട്ട് വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് നല്ല ഫ്രഷ് വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കഴുകി കളയാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഷാമ്പു ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഷാമ്പു ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ജസ്റ്റ് കഴുകി കളഞ്ഞാൽ മതി. അധികം സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.